കണ്ണൂർ ഉളിയിൽ ഖദീജ വധക്കേസിൽ സഹോദരങ്ങളായ KN ഇസ്മായിൽ, KN ഫിറോസ് എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. രണ്ടാം വിവാഹം കഴിക്കുന്നതിന്റെ വിരോധത്തിൽ പ്രതികൾ സഹോദരിയെ കുത്തിക്കൊല്ലുകയായിരുന്നു. 2012 കൊലപാതകം നടന്നത്. 2012 ഡിസംബർ 22 ഉളിയിൽ പടിക്കച്ചാലിലെ ഷഹദ മൻസിലിൽ ഖദീജയെ സ്വന്തം സഹോദരന്മാർ കുത്തിക്കൊന്നത്. 28കാരി രണ്ടാം വിവാഹത്തിന് ശ്രമിച്ചത് കുടുംബത്തിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു വീട്ടിൽ വെച്ച് സഹോദരങ്ങൾ ഖദീജയുടെ ജീവനെടുത്തത്. ഖദീജയെ വിവാഹം കഴിക്കാനിരുന്ന ഷാഹുൽ ഹമീദിന്റെ പരാതിയിലായിരുന്നു കൊലപാതകത്തിൽ പോലീസ് കേസെടുത്തത്. മട്ടന്നൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന KV വേണുഗോപാലായിരുന്നു കേസ് അന്വേഷിച്ചത്. കേസിന്റെ വിചാരണവേളയിൽ ഷാഹുൽ ഹമീദ് ഉൾപ്പെടെ പ്രധാന സാക്ഷികളെല്ലാം കൂറുമാറിയിരുന്നു. കുത്തേറ്റ് പുറത്തേക്കോടിയ ഷാഹുൽ ഹമീദ് ആക്രമണ വിവരം പറഞ്ഞിരുന്ന ആളുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ജീവപര്യന്തം തടവിനു പുറമെ 2 പ്രതികൾക്കും 60,000 രൂപ വീതം പിഴയും തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജി ഫിലിപ്പ് തോമസ് ശിക്ഷ വിധിച്ചു. ഫറൂഖ് കോടമ്പുഴ സ്വദേശിയായ ഷാഹുൽ ഹമീദുമായി ഇഷ്ടത്തിലാണെന്നും ഷാഹുൽ ഹമീദിന്റെ നാടായ കോടമ്പുഴയിലേക്ക് ഖദീജ പോയെന്നും അറിഞ്ഞതോടെയാണ് സഹോദരങ്ങൾ കൊലപാതകം നടത്താൻ തീരുമാനിക്കുന്നത്. വിവാഹം മതാചാരപ്രകാരം നടത്തിക്കൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഖദീജയെയും ഷാഹുൽ ഹമീദിനെയും പടിക്കച്ചാലിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം എത്തിയ ഇരുവരെയും വീട്ടിൽ നിർത്തി മറ്റുള്ളവരെ നിക്കാഹിനെക്കുറിച്ച് സംസാരിക്കാനെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയം ഇസ്മായിലും ഫിറോസും ഷാഹുൽ ഹമീദിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഖദീജയെ കുത്തിക്കൊല്ലുകയായിരുന്നു. ആദ്യ വിവാഹത്തിൽ ഖദീജയ്ക്ക് 2 മക്കളുണ്ട്. ദുരഭിമാന കൊലയായി കണ്ട് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ K രൂപേഷും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് PC നൌഷാദും ഹാജരായി. ന്യൂസ് മലയാളം, കണ്ണൂർ.